ഹായ്, വെൽക്കം ടു ദേവൂസ് കിച്ചൻ. ഇന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ഒരു പുലാവുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവ് ഉണ്ടാക്കാമെന്ന് നമുക്കിപ്പോൾ കാണാം. അതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം കോണാണ്. കോൺ ചീര പുലാവാണ് വെക്കുന്നത്. ആദ്യം ഒരു കപ്പ് കോണാണ്, അത് 1 കപ്പ് വേണം. പിന്നെ ചീര അത് 1 കപ്പ്. പിന്നെ ഒരു വലിയ സവാള വളരെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഒരു സവാളയാണ് അത് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് പച്ചമുളകാണ്. പച്ചമുളക് ഇത് എൻ്റെ കയ്യിലുള്ളത് എരിവില്ലാത്തതാണ്, അതുകൊണ്ട് ഒരു 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള പച്ചമുളകിൻ്റെ എരിവ് അനുസരിച്ച് വേണം എടുക്കാൻ. നല്ല എരിവുള്ളതാണെങ്കിൽ 1 ഒക്കെ മതിയാവും. ഇത് എരിവില്ലാത്തതാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു 3 എടുത്തിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഒരു 3 അല്ലി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു ചെറിയ പീസ് ഇഞ്ചി വളരെ പൊടിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്പൈസസ് എന്ന് പറയാൻ ഒരു ചെറിയ കഷ്ണം പട്ടയാണ്, 1 ഇഞ്ച് നീളത്തിലുള്ള പട്ടയാണ്, ഒരു 3 ഏലക്കയുണ്ട്, ഒരു 2 ഗ്രാമ്പുണ്ട്, ഒരു 5-6 കുരുമുളകുണ്ട്. ഇത്ര മാത്രമേ സ്പൈസസ് ആയിട്ടുള്ളൂ. പിന്നെ വേണ്ടത് നെയ്യ്. ഓയിൽ ഒന്നുകിൽ സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യിൽ ചെയ്യാം. ഞാനിവിടെ നെയ്യിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യ് വേണ്ട എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലിൽ ചെയ്യാം. പിന്നെ ബസ്മതി റൈസ്, ഇതൊരു 2.5 കപ്പ് ബസ്മതി, 2.5 കപ്പ് അരി 3/4 വേവിൽ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് ഉപ്പാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഒരു കടായി ഞാൻ വെച്ചിട്ടുണ്ട്. അതിൽ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കാം. കളർ ചേഞ്ചൊന്നും ആവണ്ട, നന്നായിട്ടൊന്ന് മൂത്ത് വന്നാൽ മതി. ഇതിൻ്റെ പച്ചമണം ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് സവാള അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇതായിട്ടുണ്ട്. വെളുത്തുള്ളിയൊക്കെ മൂത്ത് ചെറുതായിട്ട് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത് മതി. ഈ സമയത്ത് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിനാവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ചോറിൽ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇതിന് വേണ്ട ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. സവാളയും നിറമൊന്നും മാറണ്ട, അല്ല മൂത്തൊന്നും മാറണ്ട, ട്രാൻസ്പെറൻ്റ് ആയാൽ മതി. ഉള്ളി ഇതാ മൂത്ത് വന്നിട്ടുണ്ട്. ഇത്രയും ആയാൽ മതി, കൂടുതൽ കളറൊന്നും ചേഞ്ച് ആവണ്ട. നമുക്ക് ഇതിലേക്ക് കോൺ ഇട്ട് കൊടുക്കാം ആദ്യം. ഇത് ഫ്രോസൺ കോണാണിത്. ഇതിട്ടൊന്ന് 2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റുക. അത് കഴിഞ്ഞ് നമുക്ക് ചീര ഇട്ട് കൊടുക്കാം. തീ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേണം നമുക്കിത് ചെയ്യാൻ. ഫ്രഷ്
കോണാണ് എടുക്കുന്നതെങ്കിൽ അത് നമ്മൾ ആദ്യം ഈ കോണൊന്ന് വേവിച്ചിട്ട് വേണം ഇതിലോട്ട് ചേർക്കാൻ. ഇത് ഞാൻ ഫ്രോസനാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് കുഴപ്പമില്ല, നേരിട്ട് നമുക്ക് ഇതിലോട്ട് ചേർക്കാം. ഇതായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചീര ചേർക്കുന്നുണ്ട്. ഞാനിവിടെ ചുമന്ന ചീരയാണ് എടുത്തിരിക്കുന്നത്. പച്ച വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, പാലക്ക് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഏത് വേണമെങ്കിലും ചേർക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ നേരത്തെ പറയാൻ മറന്നുപോയി, ഒരു 1/4 തൊട്ട് അര സ്പൂണ് മഞ്ഞപ്പൊടിയും കൂടെ, ഒരു ചെറിയ കളറ് അതിനുവേണ്ടി ഒരു മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അര സ്പൂണ് കഷ്ടിച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് മതി. അതും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് വഴറ്റി കൊടുക്കാം. ഇതായിട്ടുണ്ട്. ചീരയൊക്കെ ഒന്ന് വാടി നന്നായിട്ട് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇതിലേക്ക് നമുക്ക് ചോറ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ചോറ് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ചൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കുക. തീ ചെറുതാക്കി വെക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കാം. കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കുമ്പോൾ ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാം. വളരെ ഹെൽത്തിയാണ്, വേഗം കഴിയും, പെട്ടെന്ന് തന്നെ കഴിയും. നമുക്ക് നോക്കൂ, കാണാൻ തന്നെ എന്തോ ഒരു കളർഫുള്ളാണ്. കുട്ടികൾ അട്രാക്റ്റീവായിട്ട് നമുക്ക് കഴിക്കും, ഹെൽത്തിയാണ്. ഇതിൽ മല്ലിയില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേണ്ട. ഇത്ര തന്നെ മതി. നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്കൊരു ബൗളിലേക്ക്, സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എല്ലാം കറക്റ്റാണോ എന്ന്. വാവ്, സൂപ്പർ, അടിപൊളി ടേസ്റ്റ്. കഴിച്ച വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും, സത്യം. അപ്പം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഓക്കെ, അങ്ങനെ കോൺ ചീര പുലാവ് റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പുലാവാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഇത് ടേസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്ത വീഡിയോയിൽ കാണും വരെ നന്ദി, നമസ്കാരം.